അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സക്സസ്ഫുൾ എംപ്ലോയി ആവാം എന്നതാണ്. ആർക്കോ വേണ്ടി പണിയെടുത്തിട്ട് നമ്മൾ എന്തിനായി സക്സസ്ഫുൾ ആവുന്നത് എന്ന ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ്. അത് എത്രത്തോളം മീനിങ്ലെസ് ആണെന്ന് നമുക്ക് ഈ സെഷനിൽ കൊണ്ട് മനസ്സിലാവും. ഓക്കെ, സോ ഹൗ ടു ബി എ ടോപ്പ് എംപ്ലോയി അല്ലെങ്കിൽ ടോപ്പ് എംപ്ലോയി സീക്രട്സ്. ഇറ്റ്സ് എ സീക്രട്ട്. എന്താണ് ടോപ്പ് എംപ്ലോയീസ് ഹൈഡ് ചെയ്യുന്ന സീക്രട്ട്? അതിനു മുമ്പേ എന്തുകൊണ്ടാണ് എല്ലാവരും ബിസിനസ് ആണ് നല്ലത് എംപ്ലോയ്മെന്റിനേക്കാളും എന്ന് പറയുന്നത്? ബിസിനസ് ആവുമ്പോൾ ഈ പറയുന്ന ആളുകൾ പറയുന്ന കാരണം കേട്ടോ, അത് ഈ റിയൽ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ പറയുന്ന ആളുകൾ പറയുന്ന കാരണം എന്താണ്? ഒന്ന്, അവർക്ക് തോന്നിയ പോലെ വരികയും പോവുകയും ചെയ്യാം. അവരുടെ മേലെ ആരുമില്ല, അവർ നിയന്ത്രിക്കാൻ ആരുമില്ല. അവർക്ക് മാസത്തിൽ ഒരിക്കലും കൃത്യമായിട്ട് കിട്ടുന്ന കാശ് മാത്രമല്ല, അതിനേക്കാളും മേലെയുള്ള വരുമാനം വേണ്ടതുപോലെ അവർക്ക് ബിസിനസ് നിന്ന് കാശ് എടുക്കാം. ഇതൊക്കെയാണ് സാധാരണ ഒരു എംപ്ലോയി പറയുന്ന കാരണങ്ങൾ ബിസിനസ് നല്ലതെന്ന്. പക്ഷേ ഇത് അറ്റ്മോസ്റ്റ് ഫെയിലിയർ ആണ്. അതായത് ഒരു ഓഫീസിൽ തന്നെ സമയത്ത് പോകാത്തൊരു ഒരു പേഴ്സൺ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അയാൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാര്യം തോന്നുന്നുണ്ട്? അല്ലെങ്കിൽ ഒരു ഒരു കൃത്യമായിട്ടുള്ള സാലറിന്റെ അകത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ ബിസിനസിന്റെ എപ്പോഴും വേണമെങ്കിൽ ബിസിനസ്സിന് പൈസ എടുക്കാവുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ബിസിനസിന്റെ അവസ്ഥ എന്തായാലും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അറ്റ്മോസ്റ്റ് ഫെയിലിയർ ആയിരിക്കും. അതായത് ബിസിനസ് അതിന്റെ ഒന്നാം വർഷം കാണുന്നതിന്റെ മുന്നേ ആ ബിസിനസ് ക്ലോസ് ചെയ്തിരിക്കും. ഉറപ്പാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എഴുതി വെക്കാം. അങ്ങനെ ഒരു എംപ്ലോയി, അങ്ങനെ ഒരാള് നിങ്ങളുടെ കയ്യിനകത്ത് വന്നിട്ട്, അതായത് ഒരാൾ പറയാണ്, എടാ നമുക്ക് ഈ പണിയൊന്നും ശരിയാവില്ല, നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, നീ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. പറയാം, ശരിയാണ്, നീ ബിസിനസ് തുടങ്ങിക്കോ എന്നേ പറയാവൂ. എന്നിട്ട് നിങ്ങൾ നോക്ക്, ഒരു വർഷത്തിനുള്ളിൽ ആ ബിസിനസ് പൂട്ടിയിരിക്കും. ഉറപ്പാണ്. അപ്പോ ആദ്യം നിങ്ങൾക്ക് ബിസിനസ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം ഒരു നല്ല എംപ്ലോയി ആയി മാറണം. എംപ്ലോയി ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അതായത് നിങ്ങളിപ്പോ ബിസിനസിന് വേണ്ടിയ വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിന് വേണ്ടി നിങ്ങൾ വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഒരു ഐഡന്റിറ്റി എന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. പക്ഷെ എങ്ങനെ ഒരു നല്ല എംപ്ലോയി ആവാ എന്നതിന് എവിടെയും ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോച്ചിങ്ങോ എവിടെയും നമുക്ക് കിട്ടാറില്ല. നമുക്ക് ഒന്നുകിൽ ബിസിനസ് പേഴ്സൺസ് പങ്കെടുക്കുന്ന ഹൗ ടു ബി എ ഗുഡ് ബിസിനസ് പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാം, അതിന്റെ ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യാം, അതിന്റെ സെയിൽസ് എങ്ങനെ മാനേജ് ചെയ്യാം, അതിന്റെ കസ്റ്റമേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, മാർക്കറ്റിംഗ് ബ്ലാ ബ്ലാ, എല്ലാത്തിനും ക്ലാസ് ഉണ്ട്. അത് നമുക്ക് യൂട്യൂബിലാണെങ്കിലും കിട്ടും. ഇനി കോൺടാക്ട് ക്ലാസ്സുകളാണെങ്കിൽ അതായിട്ടുണ്ട്. പിന്നെ രണ്ടാമതുള്ളത് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് തരുന്ന ക്ലാസ് ആണ്. എങ്ങനെയാണ് ക്ലാസ് തരുന്നത്? എങ്ങനെ സെയിൽസ് നന്നായി ക്ലോസ് ചെയ്യാം, എങ്ങനെ കസ്റ്റമറിനെ ഫോളോ അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ മേഖല ഏതാണോ അതിൽ നിങ്ങൾക്ക് കമ്പനി ട്രെയിനിങ് തരും. അത് എന്തിനാണ്? നിങ്ങൾക്ക് വാല്യൂ കൂട്ടാനാണോ? ഒരു തരത്തിൽ നിങ്ങൾക്ക് വാല്യൂ കൂട്ടുന്നുണ്ട്, ലൈക്ക് അപ് സ്കില്ലിങ്. നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ ഒരു എക്സ്പെർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലുപരി ആസ് എ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ തരുന്നുണ്ടോ എന്നത് സംശയമാണ്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ചെറിയ പോയിന്റ്സ്, എങ്ങനെ ഒരു നല്ല എംപ്ലോയി അല്ലെങ്കിൽ ആസ് എൻ ഇൻഡിവിജ്വൽ എങ്ങനെ ഒരു നല്ല എംപ്ലോയി ആവാം എന്നതിന്റെ ഒരു കുറച്ച് ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു ഫ്യൂ പോയിന്റ്സ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് വരുന്നതാണ് വർക്ക് റെസ്പോൺസിബിലിറ്റി. വർക്ക് റെസ്പോൺസിബിലിറ്റി. വർക്ക് റെസ്പോൺസിബിലിറ്റി. വർക്ക് റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക്, നിങ്ങൾ അവിടെ എന്ത് റോളാണോ ചെയ്യുന്നത് ആ വർക്കിന്റെ റെസ്പോൺസിബിലിറ്റി അത് നിങ്ങൾ ഏറ്റെടുക്കുക. അതിൽ ആദ്യം വേണ്ടതാണ് പങ്ക്ച്വാലിറ്റി. ബി പങ്ക്ച്വൽ. പങ്ക്ച്വൽ ഇൻ ദ സെൻസ്, ഒന്ന്, നിങ്ങൾ രാവിലെ 8 മണിക്കാണ് ഓഫീസെങ്കിൽ നിങ്ങൾ 8 മണിക്ക് അവിടെ ഉണ്ടായിരിക്കണം. എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് ലേറ്റ് ആയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻഗേജ്മെന്റ്, പേഴ്സണൽ എൻഗേജ്മെന്റ്സ് വന്നു,
അങ്ങനെ ലേറ്റ് ആയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് ലേറ്റ് ആയി, വെഹിക്കിൾ കേടാവുക, ട്രാഫിക് ജാം, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ലേറ്റ് ആയി, അത് ഇറ്റ്സ് ഓക്കെ, അത് ഒക്കേഷനിലാണ്. അത് അതല്ലാതെ നിങ്ങൾ പങ്ക്ച്വൽ ആയിരിക്കാം, ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ പങ്ക്ച്വൽ ആയിരിക്കുക. അതായത് നിങ്ങളുടെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക്, നമ്മളിപ്പോ അക്കൗണ്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫൈനാൻസ് ആണെങ്കിൽ ഇതിന്റെ പ്രധാനമായിട്ടും ഏൽപ്പിച്ചു തരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്സ് ആയിരിക്കും. ആ റിപ്പോർട്ടുകൾ ടൈംലി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. അതായത് ആ ഒരു എപ്പോഴാണോ നമ്മൾ ആ റിപ്പോർട്ടിന്റെ ഡെഡ് ലൈൻ ആയിട്ട് സെറ്റ് ചെയ്തത്, അതിനു മുന്നേ ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമ്മൾ കാരണം ഒന്നും ഡിലേ ആവാതിരിക്കുക. എങ്ങനെ പോയാലും ചില എംപ്ലോയീസ് ഉണ്ട്, ആ, ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചേറ്റിടും, എന്നിട്ട് എല്ലാം ഡിലേ ആക്കും. അതിനേക്കാളും നല്ലത് ഫ്യൂ പോയിന്റ്സ് ഒന്ന് ഏറ്റെടുക്കുക, അത് കൃത്യമായിട്ട് ചെയ്ത് തീർക്കുക എന്നതാണ് ഇതിനേക്കാളും, ഈ ഒരു എല്ലാം കൂടെ ഏറ്റെടുക്കുന്നതിനേക്കാളും നല്ലത്. പിന്നെ വരുന്നത് ഓൺ യുവർ ഓൺ വർക്ക്. ഓൺ യുവർ ഓൺ വർക്ക്. ഓൺ യുവർ ഓൺ വർക്ക്. നിങ്ങളുടെ വർക്കിന്റെ ഉത്തരവാദിത്വം അത് നിങ്ങൾ ഏറ്റെടുക്കുക. അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു പ്രൊഡക്ഷന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഒരു ബിസിനസിന്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ പ്ലാനുകൾ ഫൈനാൻസ് സെക്ഷനിൽ അല്ലെങ്കിൽ സെയിൽസ് സെക്ഷനും ഫൈനാൻസ് സെക്ഷനും അവർ തരുന്നുണ്ടാവും. റിക്വയർമെന്റുകൾ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത പ്രൊഡക്ഷൻ ബജറ്റുകൾ ഉണ്ടാവും. അപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇതിനെങ്കിലും ഒരു ഫ്ലോ സംഭവിച്ചു എന്നത്, നിങ്ങൾ ആ ഒരു വർക്കിന്റെ ഓണർഷിപ്പ് അത് നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ആ വർക്കിന്റെ റെസ്പോൺസിബിലിറ്റി അത് നിങ്ങൾ എടുക്കുക. കാരണം വേറെ ആരും അതിലേക്ക് തലയിടാൻ വരാത്ത രീതിയിൽ, വേറെ ആരുടെയും ഒരു ഇന്റർഫിയറൻസ് അതിന് ആവശ്യമില്ലാത്ത രീതിയിൽ ആ പ്രൊഡക്ഷൻ ലൈൻ അത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് വെക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഒരു മെഷീൻ ഉണ്ട്, ഒരു പാക്കിംഗ് മെഷീനാണ് നിങ്ങളുടെ അണ്ടറുള്ള ഒരു മെയിൻ ഒരു മെഷീൻ ഒരു യൂണിറ്റ് എന്ന് വെച്ചോളൂ. നിങ്ങൾ പാക്ക് ചെയ്യുന്നു, നിങ്ങൾ പ്രധാനമായിട്ട് ഈ പാക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ, ഒരു ദിവസം പ്രൊഡക്ഷൻ ടൈറ്റ് ഷെഡ്യൂളാണ്, ഒരു ദിവസം ഈ മെഷീൻ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു. അപ്പോൾ വേറെ ഒരാള് അത് അതിനുവേണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കാതെ നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത്, നിങ്ങൾ ചെയ്യണം എന്നല്ല, നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ തന്നെ അത് തിരിച്ച് റണ്ണിങ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. അതിന് പിന്നെ ഈ മെഷീൻ കേടായി എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ അത് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് വല്ലവരും വരാൻ വേണ്ടി കാത്തിരിക്കുക, ഇത്തരം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം ഒഴിവാക്കുക. മീൻസ് നിങ്ങളുടെ വർക്ക് നിങ്ങൾ തന്നെ ഓൺ ചെയ്യുക എന്നർത്ഥം. പിന്നെ വരുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയ ഓർഗനൈസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഫിസിക്കൽ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിനെ കുറിച്ചും ആവാം. ഒന്ന്, ഫിസിക്കൽ ആണെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ടേബിൾ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ക്യാബിൻ, അത് ആരെങ്കിലും ഒരാളങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ എല്ലാം അവിടെ കയറി വരുന്ന ആള് ഞാൻ ഇങ്ങോട്ട് കയറിയോ എന്നായി പോകുന്ന രീതിയിൽ അവിടെ വെക്കാതിരിക്കുക. അതായത് ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ മുഴുവനും പേപ്പർ സ്പ്രെഡ് ചെയ്ത് വെക്കണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ടിക്കിൾസ് അവിടെ സ്പ്രെഡ് ചെയ്ത് വെക്കണമെന്നോ അർത്ഥമില്ല. നിങ്ങളുടെ ടേബിൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ഒരാള് വന്ന് വരുമ്പോൾ ചിലപ്പോൾ ഓഫീസുകളിൽ, നമ്മുടെ ഓഫീസുകളിൽ ചിലപ്പോൾ നമുക്കൊരു ഒരു ഗസ്റ്റിനെ എപ്പോഴും പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടീമിൽ തന്നെ ആരെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മുടെ ഓഫീസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ ഓഫീസിനെ ഒരു മെസ്സി ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ വരുന്ന ആള് ക്യാബിനിലേക്ക് കയറുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും ഈ ഇരിക്കുന്ന ആൾ ഏത് ടൈപ്പാണ് എന്നത്. അപ്പോൾ നമ്മുടെ ഓഫീസ് നീറ്റായിട്ട് വെക്കുക. രണ്ടാമത്തത്, നമ്മുടെ ടാസ്കും നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അതായത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണോ അത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച്ഡ് ആയിട്ട് വെക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെയുള്ള ഡോക്യുമെന്റേഷൻസ് എല്ലാം ഒന്ന് സോഫ്റ്റ് കോപ്പി ആയിട്ട് ഒരു ഫോൾഡർ ആയിട്ട്
ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പി സിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ ഫിസിക്കലി ഫയൽ ചെയ്യേണ്ട ഐറ്റംസ് ആണെങ്കിൽ അതും കൃത്യമായിട്ട് ഓരോരോ ഹെഡുകളുടെ അണ്ടറിലായിട്ട് ഫയൽ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമ്മൾ വരുന്ന റോ മെറ്റീരിയൽസ് എപ്പോ വരുന്നു, എത്ര വരുന്നു, അത് എത്ര കൺസ്യൂം ചെയ്യുന്നു, അത് വേസ്റ്റേജോ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റേജ് ബിൽഫറേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡാറ്റ, പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ അവിടെ മുഴുവൻ തിരയേണ്ടാത്ത രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഷീറ്റിലോ ഒരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, എന്തെങ്കിലും ഒരു ഫോർമാറ്റിൽ എക്സൽ തന്നെ പ്രിഫർ ചെയ്യാം രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ പേഴ്സണലി ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ കേസിൽ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ പി സിയിൽ ഒരു എക്സൽ ഷീറ്റ് ഇരിപ്പുണ്ട്. ആ എക്സൽ വർക്ക് ബുക്ക് ഇരിപ്പുണ്ട്. ആ എക്സൽ ഷീറ്റിന്റെ ഓരോ ഷീറ്റുകളിലും, ഫോർ എക്സാമ്പിൾ എന്നോട് ഒരു ദിവസം വന്നിട്ട് പറയാണ്, ഒരു ടാസ്ക് തന്നു, ബാങ്ക് KYC അപ്ഡേറ്റ് ചെയ്യണം. ഇത് എനിക്കൊരു ടാസ്ക് തന്നതാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത്, ഈ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ റീനെയിം ചെയ്തിട്ട് ബാങ്ക് KYC എന്ന് കൊടുക്കും. എന്നിട്ട് ഇവിടെ ഡേറ്റ് ഇപ്പോ 1 എന്നിട്ട് അന്ന് സംഭവിച്ച കാര്യം, ഞാൻ ബാങ്കിൽ പോയിരുന്നു, അപ്പം അത് ഇവിടെ എൻറ്റർ ചെയ്ത് വെക്കും. അതിന്റെ താഴെ 2-ാം തീയതി ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു നോട്ട് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതിലിപ്പം പല ഡോക്യുമെന്റ് നമുക്ക് ആവശ്യമുണ്ടാവും. ഒന്ന് ഓണേഴ്സിന്റെ ഡോക്യുമെന്റ് ആവശ്യമുണ്ടാവും, ബിസിനസിന്റെ ഡോക്യുമെന്റ് ആവശ്യമുണ്ടാവും. ആ കാര്യങ്ങൾ വലതുഭാഗത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോ ഡോക്യുമെന്റും കിട്ടുന്ന സമയത്ത് അത് അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്നാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെക്കാനിസം, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ്. ഇത് ശരിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യണമെന്നോ പറയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനേക്കാളും നല്ല ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്ന ഏരിയ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. പിന്നെ അടുത്ത മെയിൻ പോയിന്റ് ആണ് കൺസിസ്റ്റൻസി ആൻഡ് റിലയബിലിറ്റി. നമ്മുടെ സെക്ഷനിൽ, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സെക്ഷൻ ഏതാണോ അതില് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ സ്മോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ, അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര ഹൈപ്പായിരിക്കും, ചിലപ്പോൾ ആളിനെ അവിടെ കാണത്തു പോലും ഇല്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ലാതെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കും. അതിൽ ആദ്യം വേണ്ടത് റിസൾട്ട്സ് ആണ്. ഡെലിവർ റിസൾട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞു, റിസൾട്ടിന്റെ കാര്യം. ആ റിസൾട്ട് എന്തെങ്കിലും ടൈം ബൗണ്ട് ആയിട്ട് ആ റിസൾട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആ ഡെഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. സെയിം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ റിസൾട്ട്സ്, നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഔട്ട്പുട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻസ്, മീൻസ് നമ്മുടെ മേലുള്ള ഒരു എക്സ്പെക്ടേഷൻസ് കീപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആ വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, ആ ടാസ്കുകൾ നമ്മൾ ഫുൾഫിൽ ചെയ്ത് എടുക്കുക. പിന്നെ വരുന്നത് ഫോളോ ത്രൂ. നമ്മൾ ഡെലിവർ റിസൾട്ട്സിന്റെ കാര്യത്തിൽ പറഞ്ഞു, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ടൈം ബൗണ്ട് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു തീർക്കുക എന്നത്. അതേപോലെ തന്നെയാണ് ഫോളോ ത്രൂ. മീൻസ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുക. അല്ലാതെ
നമ്മൾ അത് ഞാൻ ചെയ്തോളാം, അത് ഇന്നിങ്ങനെ ചെയ്യാം, അത് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മുങ്ങുന്നതല്ല. നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ടാസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ ടാസ്കിന്റെ പുറകെ ഫോളോ അപ്പ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ അതിന്റെ പുറകെ നമ്മൾ ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മളെ വേറൊരാളിന് വേണ്ടി പുഷ് ചെയ്യേണ്ട ആവശ്യം വരരുത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെക്കാനിസം, ആ ഒരു എക്സൽ ഷീറ്റിന്റെ മെക്കാനിസം ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ആസ് യു വിഷ്, നിങ്ങൾക്ക് അതോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അതോ നമുക്ക് ഫോളോ ചെയ്ത് ഈ ഒരു ട്രാക്ക് വെക്കാൻ കഴിയും. പിന്നെ വരുന്നതാണ് ഫീഡ്ബാക്ക്. നമ്മളൊരു കാര്യം ചെയ്തു, നമ്മളൊരു ടാസ്ക് ഏറ്റെടുത്തു, അത് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ അത് പ്രസന്റ് ചെയ്തപ്പോൾ അതിലുള്ള ഫീഡ്ബാക്ക് നെഗറ്റീവ് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റെസിപ്പിയന്റ്, നമ്മുടെ ഇൻഫർമേഷൻ റെസിപ്പിയന്റ് ആരാണോ അവർ പറയാണ്, അല്ലെങ്കിൽ റിസീവർ ആരാണോ അവർ പറയാണ്, ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിപ്പോർട്ട്, ഇങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഉള്ള ഒരു റിപ്പോർട്ട് അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പം ഈസിലി മീൻസ് ഈസിലി ഒഫൻഡഡ് ആവാതെ നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് അതെന്താണ് എന്ന് കളക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് നിങ്ങൾ, ഏത് ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ആയിരുന്നു അത് പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ ഈ ചെയ്ത പ്രൊസീജിയറിൽ വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഫീഡ്ബാക്കും കൂടെ മൈൻഡിൽ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുക. കാരണം നിങ്ങൾ അവസാനമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവരുടെ അണ്ടറിലല്ല, നിങ്ങൾ അവസാനമായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ കമ്പനിയിലല്ല. സോ മുന്നോട്ട് പോകുമ്പോൾ ഈ ഫീഡ്ബാക്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിട്ട് വരും. അടുത്തതാണ് സ്കിൽ ആൻഡ് ഗ്രോത്ത്. സ്കിൽ ആൻഡ് ഗ്രോത്ത്. നമ്മൾ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിന്റെ അത് അത് വെച്ച് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് സ്കിൽ ഡെവലപ്മെന്റ് എന്നത്. അതായത് അപ്സ്കില്ലിംഗ്. നിങ്ങളുടെ സെക്ഷനിൽ നിങ്ങൾ അപ്സ്കില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. ആ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ധാരണയാണ്, ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട സമയം കഴിഞ്ഞു, ഇനി ജോലി ചെയ്യുന്ന കാലമാണ്. പക്ഷേ ഇതേ ജോബിന്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ അപ്സ്കില്ല് ചെയ്തിരിക്കണം. അതായത് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നിങ്ങൾ ക്ലാസ്സുകളിൽ ഇതുവരെ നിങ്ങൾ ബേസിക് ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ചത് ഇതിന്റെ തിയറട്ടിക്കൽ കാര്യങ്ങളൊക്കെ മിക്കവാറും തിയറട്ടിക്കൽ ആസ്പെക്ട്സ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നിൽ കാണുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പല ഈ നമ്മുടെ പുസ്തകങ്ങളിൽ പഠിച്ച പല കാര്യങ്ങളും ഈ റിയൽ ലൈഫിൽ 100% അപ്ലൈ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും. ചിലത് ഒരുപാട് അത്ര യൂസ് ഇല്ലാത്തതായിട്ട് തോന്നും. ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ആവശ്യമുള്ളതായിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ പഠിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വളരെ നല്ലൊരു എഫക്റ്റ് ആണ് അത് തരാൻ പോകുന്നത്. മാത്രമല്ല, നിങ്ങൾ ഈ എംപ്ലോയ്മെന്റിനെ പറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് 10,000 വാങ്ങിക്കുന്ന ഒരാള് ഒരു 3 വർഷം 4 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ 15,000 വാങ്ങിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴേക്കും അയാളുടെ വരുമാനം 15,000 കൂടിയെങ്കിൽ അതനുസരിച്ച് ഇൻഫ്ലേഷനും കൂടിയിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ സാലറി ഇൻക്രിമെന്റ് ഇൻഫ്ലേഷൻ ഈറ്റപ്പ് ചെയ്യാണ്. മീൻസ് നിങ്ങളുടെ പർച്ചേസിങ് പവർ അവിടെ കൂടുന്നില്ല. നിങ്ങൾ ഇന്ന് 15,000 വാങ്ങിക്കുന്നു, 5 വർഷം കഴിഞ്ഞ് അത് കുറച്ച് കൂടുതൽ വാങ്ങിക്കുന്നു, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സെയിം ആണ്, നിങ്ങളുടെ പർച്ചേസിങ് പവർ സെയിം ആണ്, എല്ലാം സെയിം ആയി നിൽക്കാനുള്ള കാരണം എന്താണ്? ഈ സാലറി ഇൻക്രിമെന്റ് മാത്രം പ്രതീക്ഷിക്കുന്നത്. അതേസമയം നിങ്ങൾ വരുന്ന ഇൻകത്തിൽ നിന്നും ഒരു പോർഷൻ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ
ഫീൽഡിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാൻ കഴിയും. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഹയർ ലെവലിലേക്ക് നീങ്ങാനും അല്ലെങ്കിൽ ഒരു ബെറ്റർ ജോബിലേക്ക് നീങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു അപ്സ്കില്ലിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിർബന്ധമായിട്ടും എല്ലാ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്രോ ആക്റ്റീവ് ആണ്. പ്രോ ആക്റ്റീവ് പ്രോ ആക്റ്റീവ് സിമ്പിൾ. നിങ്ങൾ സെൽഫ് ഡ്രിവൺ ആവുക. അതായത് നിങ്ങളുടെ കാര്യങ്ങളിൽ മീൻസ് നിങ്ങളുടെ ഫീൽഡിൽ വരുന്ന കാര്യങ്ങളിൽ മറ്റൊരാള് നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാത്ത രീതിയിൽ പെരുമാറുക. മീൻസ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളാണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഓണർ. മേ ബി ബിസിനസിന്റെ ഓണർ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഓണർ നിങ്ങളാണ് എന്ന് സ്വയം ആദ്യം മനസ്സിലാക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രൊഡക്ഷന്റെ ഒരു കേസ് പറഞ്ഞു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഡക്ഷൻ സെക്ഷനിൽ ഒരു ഇഷ്യൂ വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്ക് ഡൗൺ തന്നെ. നിങ്ങൾ വേഗം ഓഫീസിൽ വന്ന് ഒരു മെയിൽ അയച്ചു, ഡിയർ സർ മെഷീൻ കേടായി. നിങ്ങളുടെ ഏത് സെക്ഷന് ഇങ്ങോട്ടാണോ അത് നിങ്ങൾ മെയിൽ അയച്ചു, കാത്തിരുന്നു. ചിലപ്പോ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എറർ ആയിരിക്കും. ആ എറർ നിങ്ങൾക്ക് തന്നെ റിസോൾവ് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അത് മറ്റൊരാൾ നിങ്ങളെ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവരുത്. നിങ്ങളുടെ സെക്ഷൻ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുക, മറ്റൊരാളെ അതിലേക്ക് ഇന്റർഫിയർ ചെയ്യിക്കാതിരിക്കുക. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ എംപ്ലോയറിന് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ വരുന്നതാണ് നിങ്ങളുടെ ഗോളിന്റെ കൂടെ കമ്പനിയുടെ ഗോൾ കൂടെ മനസ്സിലാക്കുക എന്നത്. നിങ്ങളുടെ ബിസിനസ്സിനെ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ്. നിങ്ങൾ ചിലപ്പോൾ പ്രൊഡക്ഷൻ സെക്ഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സെക്ഷനെ കുറിച്ച് എല്ലാം നിങ്ങൾക്കറിയാം, അത് മുഴുവൻ നിങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ ആ ബിസിനസ് എങ്ങനെ റൺ ചെയ്യുന്നു എന്നോ ബിസിനസിന്റെ ഗോൾ എന്താണെന്നോ ബിസിനസിന്റെ പ്ലാൻ എന്താണെന്നോ ഒന്നും നിങ്ങൾ ബോധയുടെ അല്ല. ചിലപ്പോൾ എല്ലാ ബിസിനസ്സുകളിലും ചില ബിസിനസ് കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂ ആയിരിക്കും. ചിലപ്പോൾ ചില കേസുകളിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത ബിസിനസ്സുകൾ ഉണ്ടാവും, അവരുടെ പ്ലാനുകൾ ഷെയർ ചെയ്യാൻ കഴിയാത്ത ബിസിനസ്സുകൾ ഉണ്ടാവും, കസ്റ്റമർ ഡീറ്റെയിൽസ് തരാൻ കഴിയാത്ത ബിസിനസ് ഉണ്ടാവും, അതെല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ലിമിറ്റേഷൻസിൽ, നിങ്ങളുടെ ലിമിറ്റ്സിൽ, നിങ്ങളുടെ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട് ആ ബിസിനസ്സിനെ മുഴുവനായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിൾ, നിങ്ങൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് അതിന്റെ ഇന്നത്തെ മാർക്കറ്റിലുള്ള അതിന്റെ കണ്ടീഷൻ എന്താണ്, അതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ട്സിന്റെ കസ്റ്റമർ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് നിങ്ങളുടെ ഈ പ്രോഡക്ട്സ്, നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് രണ്ടും വാങ്ങിക്കുന്നത്, അവരുടെ ഇന്നത്തെ കൺസേൺ എന്തൊക്കെയാണ് തുടങ്ങി ഒരു ബിസിനസ് മാൻ ചിന്തിക്കുന്ന ലെവലിലേക്ക് നിങ്ങളും ചിന്തിച്ചു തുടങ്ങും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫൈനാൻസ് ആണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഫൈനാൻസ് സെക്ഷനിലാണെങ്കിൽ ആ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ബിസിനസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഫൈനാൻഷ്യലി അത് എങ്ങനെ മൂവ് ചെയ്യുന്നു, അത് ബിസിനസിന്റെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെ എഫക്ട് ചെയ്യുന്നു തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻസിനെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ മാത്രമല്ലാതെ ആ ബിസിനസിനെ മുഴുവനായിട്ടും ഒന്ന് മനസ്സിലാക്കുകയും ആ ബിസിനസിന്റെ ഗോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഉദാഹരണം, നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു കഥയുണ്ട്, മരത്തൈ വെക്കുന്ന ഒരു കഥ. 3 പേര്, ഒരാൾ കുഴിയെടുക്കും, ഒരാൾ മരത്തൈ വെക്കും, മറ്റൊരാൾ കുഴി മൂടും. ഒരു ദിവസം ഈ മരത്തൈ വെക്കുന്നവൻ അവധിയിലായിരുന്നു. അപ്പൊ എടുക്കുന്നവൻ കുഴിയെടുക്കും, കുഴി മൂടുന്നവൻ കുഴി മൂടും. അവര് ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് അവര് ബോധേഡാവുന്നത് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രമാണ്. ഒരാൾ ഡിപ്പാർട്ട്മെന്റ് എന്താ, കുഴിയെടുക്കുക, മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് എന്താ, കുഴി മൂടുക. അപ്പൊ ഇതിന്റെ നടുവിൽ ചെടി വെക്കുന്ന ആൾ ലീവായി കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി അറിയേണ്ടതില്ല, നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ മതി എന്നത്. പക്ഷേ ആ ഓവറോൾ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് ഈ ഒരു പീരീഡിൽ ഔട്ട്പുട്ട് 0 ആണ്. അതിന്റെ കാരണം അത് എന്തിനു വേണ്ടിയാണ് ഈ കുഴി എടുക്കുന്നതെന്നോ എന്തിനു വേണ്ടിയാണ് കുഴി മൂടുന്നതെന്നോ അവര് ചിന്തിച്ചില്ല. എന്നതുപോലെ നമ്മൾ പൂർണ്ണമായ ഇരുട്ടില് ഒരു ചെറു മിന്നാമിനിങ്ങിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ സെക്ഷനിൽ മാത്രം ആകുമ്പോൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഓവറോൾ ബിസിനസ്സിനെ നോക്കിക്കാണുകയും
ആ ബിസിനസിന്റെ ഫ്ലോ അനുസരിച്ച് നീങ്ങുമ്പോൾ മാത്രമേ നമുക്കും എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയൂ, കമ്പനിക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റും ഉണ്ടാവൂ. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത്, പറയേണ്ട സമയത്ത്, പറയേണ്ടതുപോലെ പറയും. എല്ലാ സ്ഥലത്തും ഒരേപോലെ പറയരുത്, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. പക്ഷേ ഒരു കാര്യങ്ങളും ആരും അറിയാതെ ഇരിക്കരുത്. പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാ, അത് പറയേണ്ട സമയത്ത് മാത്രം പറയാ, അത് പറയേണ്ട രീതിയിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. അതിന് ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. നിങ്ങൾ പറയുന്ന കാര്യം ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം, അത് കഴിഞ്ഞിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ചിലർ പറഞ്ഞാൽ പറഞ്ഞതെന്താ അവർക്ക് പോലും മനസ്സിലാവില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുക ക്ലിയർ ആയിട്ട് ലെജിബിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഒരുപാട് വലിച്ചു നീട്ടേണ്ട, ഒരുപാട് ചുരുക്കി വേണ്ട. ഒരുപാട് ചുരുക്കി കഴിഞ്ഞാൽ കണ്ടന്റ് മിസ്സായി പോകും. ഒരുപാട് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അയാളുടെ ശ്രദ്ധ നമ്മുടെ കയ്യിൽ നിന്ന് അടുത്തുനിന്ന് മാറിപ്പോകും. അപ്പം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കുക. എക്സാമ്പിൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നത്, അല്ലെങ്കിൽ അത് ഒരു പേഴ്സൺ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു പേഴ്സണോട് പറയേണ്ടതുണ്ടെങ്കിൽ, നമുക്കൊരു കൺസേൺ ഉണ്ടെങ്കിൽ അത് പറയേണ്ടതുണ്ടെങ്കിൽ, അത് പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയാം. ഉദാഹരണം, നിങ്ങളുടെ പ്രൊഡക്ഷൻ സെക്ഷൻ തന്നെ എടുക്കാം. പ്രൊഡക്ഷൻ സെക്ഷനിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ സെക്ഷനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കൺസീൽ ചെയ്തു. അതായത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടല്ല കൺസീൽ ചെയ്തത്. അത് സംസാരിച്ചില്ല, പുറത്ത് സംസാരിച്ചില്ല. അത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ലെവലിലേക്ക് റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ അതെല്ലാം കൂടെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അത് നമ്മുടെ പെർഫോമൻസിനെ സാരമായിട്ട് ബാധിക്കുന്ന ലെവലിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ വാ തുറക്കുന്നതെങ്കിൽ അതുകൊണ്ടൊരു യൂസ് ഇല്ലാതെ പോകും. ജസ്റ്റ് എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഒരു അക്കൗണ്ടന്റ് ഉണ്ട്, നിങ്ങളുടെ ഒരു ഹെഡ് ആണ് അല്ലെങ്കിൽ ജനറൽ മാനേജർ ആണ്. നിങ്ങളുടെ ബിസിനസ്സിൽ അക്കൗണ്ടന്റ് ഉണ്ട്. അപ്പം ആളിന്റെ ചില പെരുമാറ്റങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങുകയാണ്. അതായത് ചില റെഡ് ഫ്ലാഗ്സ് റേസ് ചെയ്യാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തില്ല. അയാളോട് സംസാരിച്ചില്ല, റിപ്പോർട്ടിംഗ് ലെവലിലേക്കും പോയില്ല. അപ്പൊ കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോയി, ആള് നല്ല ഒരു എമൗണ്ട് ആയിട്ട് അയാൾ അങ്ങോട്ട് പോവുകയാണ്. ബിസിനസിന്റെ നല്ലൊരു എമൗണ്ട് ക്യാഷ് കയ്യിലാക്കിയിട്ട് അയാൾ മാറുകയാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ കാര്യം പുറത്തു വരും. സ്വാഭാവികമാണ്, കുറച്ച് കഴിയുമ്പോൾ അല്ല, ആള് വാനിഷ് ആവുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ പുറത്തു വരും. അപ്പോൾ നിങ്ങളാണ് അതിന് ആൻസറബിൾ. ഒന്നാമത്തെ ചോദ്യം വരുന്നത്, ഈ റെഡ് ഫ്ലാഗ്സ് ഹൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടി എന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് എന്തൊരു കാര്യവും, എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ സെക്ഷനിലേക്ക് തന്നെ വരാം. പ്രൊഡക്ഷൻ സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീനെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് കണ്ടു തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ചില സമയത്ത് അതിന് ചെറിയ മിസ്സിങ് വരുന്നുണ്ട്. ഡെയിലി ചിലപ്പോൾ പ്രൊഡക്ഷനിൽ ഒരു 1% കുറവ് ഇതുകൊണ്ട് വരുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷെ കുറച്ച് മുമ്പോട്ടത്തേക്ക് ഇത് സീവിയർ ആയി, നിങ്ങളുടെ പ്രൊഡക്ഷനെ വല്ലാതെ എഫക്ട് ചെയ്യുന്ന രീതിയിലായി. ചിലപ്പം അങ്ങനെ ടെക്നീഷ്യൻസിനെ കോൺടാക്ട് ചെയ്ത് ടെക്നീഷ്യൻസ് പറഞ്ഞു, നമുക്ക് ഒരാഴ്ച ഈ ഒരു മെഷീൻ കംപ്ലീറ്റ്ലി ഷട്ട് ചെയ്താൽ മാത്രമേ ഇത് ഡിസസംബിൾ ചെയ്ത് അത് റിപ്പയർ ചെയ്തിട്ട് റീഅസംബിൾ ചെയ്യാൻ കഴിയൂ എന്ന ലെവലിലേക്ക് എത്തുന്നതിനേക്കാളും നല്ലത് ആദ്യമേ ഇങ്ങനെ ഒരു ഡിഫക്റ്റ് കാണുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ തന്നെ വരും. ഓൺ യുവർ വർക്ക് എന്നുള്ള ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഇത് കണക്ട് ആവുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ലിസൺ ആക്റ്റീവ്ലി. ആക്റ്റീവ് ലിസണർ ആവണം. മറ്റുള്ളവര് സംസാരിക്കുന്നത്, അത് നിങ്ങളുടെ ജൂനിയേഴ്സ് ആവാം, നിങ്ങളുടെ സീനിയേഴ്സ് ആവാം, അവര് സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക എന്നതാണ്. നിങ്ങൾ ആദ്യത്തെ 3 സെന്റൻസ് കേൾക്കും, പിന്നെ നിങ്ങളുടെ മനസ്സ് പല വഴിക്ക് പോകും. തിരിച്ചു വരുമ്പോഴേക്ക് അയാൾ ആ പോയിന്റ് ഒരുപാട് സംസാരിച്ച് തീർത്തിട്ടുണ്ടാവും. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ
നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, പക്ഷെ ഒന്നും മൈൻഡിലേക്ക് കൊടുക്കാതെ ചുമ്മാ കേട്ട് അല്ലെ വിട്ട് കളയുന്ന ഒരു സിറ്റുവേഷനും ആവാം. ഇതൊന്നും ഉണ്ടാവരുത്. നിങ്ങളുടെ അത് ചിലപ്പം ഒരു ഐഡിയ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പാവാം, ഒരു ഐഡിയ ആവാം, അല്ലെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും പ്രശ്നമാവാം. നിങ്ങളുടെ ജൂനിയേഴ്സ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സമയം, കേൾക്കാനുള്ള ഒരു സാവകാശം നിങ്ങൾ കണ്ടെത്തുക എന്നതാണ്. പിന്നെ അടുത്ത മെയിൻ പോയിന്റ് ആണ് ആറ്റിറ്റ്യൂഡ്. ഓഫീസിൽ നിങ്ങൾ എന്ത് ആറ്റിറ്റ്യൂഡാണ് കാണിക്കേണ്ടത്? ആദ്യം നിങ്ങൾ ബി പോസിറ്റീവ്. പ്രശ്നങ്ങൾ വരും, തടസ്സങ്ങൾ വരും, ചെറിയ തടസ്സങ്ങളാകാം, വലിയ തടസ്സങ്ങളാകാം, പക്ഷേ സ്റ്റേ പോസിറ്റീവ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ആ പ്രശ്നത്തെ പറ്റി അല്ലാതെ അതിന്റെ സൊല്യൂഷനെ പറ്റി ചിന്തിക്കുക. നിങ്ങൾക്ക് എപ്പോഴും മറ്റൊരാൾക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഓപ്പൺ ആയിരിക്കണം നിങ്ങൾ. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ ഏതൊരു തടസ്സങ്ങളിലും ഏതൊരു പ്രശ്നങ്ങളിലും പോസിറ്റീവായി നിൽക്കാനും അതിന്റെ സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കാനും നിങ്ങൾക്ക് കഴിയും. ഇതാണ് പോസിറ്റിവിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മറ്റൊരാൾക്ക് മറ്റൊരാള് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ അയാൾക്ക് ഒരു സംശയവും അല്ലെങ്കിൽ ഒരു കൺസേണുമായിട്ട് നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ അതിന് നിങ്ങളുടെ ഫീൽഡിലായിരിക്കാം, നിങ്ങൾക്ക് ഒരു നോളജ് ഇല്ലായിരിക്കാം, പക്ഷെ എന്നാലും അതിനെക്കുറിച്ച് ഒരു ഒരു ഹിന്റ്, ഒരു പോസിറ്റീവ് റിപ്ലൈ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. രണ്ടാമത്തെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിൽ പല പ്രശ്നങ്ങളും വരും. ചിലപ്പോൾ മാനേജ്മെന്റ്, ബിസിനസിന്റെ പ്രശ്നങ്ങൾ വരും, ലീഗൽ പ്രശ്നങ്ങൾ വരും. ഇതിലൊക്കെ ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നും എങ്ങനെ ഇത് പാസ് ചെയ്യാമെന്നുമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഈ പ്രശ്നം വന്നു എന്നും പറഞ്ഞിട്ട് ആ പ്രശ്നം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം വലുതാവതല്ലാതെ ചെറുതാവാൻ പോകുന്നില്ല. ഇത് നിങ്ങളെ ആസ് ആൻ ഇൻഡിവിജ്വൽ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണത്. കാരണം നിങ്ങൾക്ക് മുന്നോട്ടുള്ള കരിയറിലും നിങ്ങൾക്ക് ലൈഫിലും വരുന്ന പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കറന്റ് എംപ്ലോയ്മെന്റിലുള്ള ഈ ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു എംപ്ലോയ്മെന്റ് മാറുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ മാറുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി മാറുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി അവിടെ തന്നെ വെച്ചിട്ടല്ല നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന സാലറിയുടെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ്, മറ്റൊരു റിട്ടേൺ ആണ് നിങ്ങളുടെ ഈ ഒരു റിയൽ ടൈം എഡ്യൂക്കേഷൻ എന്നത്. നിങ്ങൾ പഠിക്കുകയാണ്. ഉദാഹരണം, ഒരു ഒബ്സ്റ്റക്കിൾ വന്നു, അതെങ്ങനെ ഓവർകം ചെയ്യണം, നിങ്ങൾക്ക് അതുവരെ അതറിയില്ലായിരുന്നു. ആ ഒബ്സ്റ്റക്കിൾ വന്നുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചത് അതെങ്ങനെ ഓവർകം ചെയ്യാന്ന്, അല്ലേ? അപ്പോ ഈ ഒരു കേസിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾക്ക് പുതിയൊരു ട്രെയിനിങ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഈ ഒരു സെൻസിൽ എടുക്കുക എന്നതാണ് പോസിറ്റിവിറ്റിയുടെ കാര്യം. പിന്നെ റെസ്പെക്ട്. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യും. മീൻസ് എണീറ്റ് ഗുഡ് മോർണിംഗ് പറയുന്നതല്ല. നിങ്ങളുടെ ജൂനിയർ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലെവലിലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാവും. അപ്പം അവർക്ക് അർഹിക്കുന്ന റെസ്പെക്ട് അവർക്ക് കൊടുത്ത് മാത്രം സംസാരിക്കുക. അതായത് ചില ആളുകളുണ്ട്, ജൂനിയേഴ്സിനെ വളരെ മോശമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുണ്ട്, വളരെ പുച്ഛത്തോടെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുണ്ട്, വളരെ അവരൊരു ശല്യമാണ് എന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് അവരോട്. എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളുണ്ട്. വളരെ മോശമായിട്ട് അൺപാർലമെന്ററി ആയിട്ട് തന്നെ സംസാരിക്കുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയിട്ട് തന്നെ സംസാരിക്കുന്ന സീനിയർ സ്റ്റാഫ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണലി എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെ ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കരിയറിൽ നിങ്ങളുടെ ആസ് എ ഇൻഡിവിജ്വൽ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് ആയിരിക്കും. ലോങ് ടേം നോക്കുമ്പോൾ ഇത് നെഗറ്റീവ് എഫക്ട് മാത്രമേ ഉണ്ടാക്കൂ.
അപ്പോ നിങ്ങൾ മറ്റൊരാളുടെ ഡീൽ ചെയ്യുമ്പോൾ, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു റെസ്പെക്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. അതാരും ആവാം, സപ്ലൈസ് ആവാം, കാശ് കൊടുക്കാനുള്ളവരാവാം, കാശ് തരാനുള്ളവരാവാം, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആവാം, അല്ലെങ്കിൽ എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് വന്ന ഏതെങ്കിലും ഒരു ഔട്ട്സൈഡർ ആവാം, ആരും ആവാം. അപ്പോൾ ഈ ഒരു റെസ്പെക്ട് മൈൻഡിൽ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഡീൽ ചെയ്യുക എന്നതാണ്. പിന്നെ ഇതിന് ഒരു ആഡ് ഓൺ ഒരു പോയിന്റ് കൂടെ പറയാം. ഈ നിങ്ങളെ ഒരാള്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഒരു സീനിയർ, ഒരു സുപ്പീരിയർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ആള് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മളെ ഒരു ആസ് എ ജൂനിയർ സബോർഡിനേറ്റ് നമ്മളെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരാള്, അങ്ങനെ ഒരാള് നമുക്ക് നമ്മുടെ മേലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മൈൻഡിൽ വെക്കുക, ആള് കാണിക്കുന്നത് ആളുടെ ക്യാരക്ടറാണ്. അത് മാറ്റാൻ നമുക്ക് കഴിയൂല, അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് നമ്മളെ ക്യാരക്ടർ നമുക്ക് മാറ്റാം. നമ്മൾ എന്താണോ അത് നമ്മൾ ഫോളോ ചെയ്യാം. ആളുടെ ക്യാരക്ടർ അതാണ് എന്ന് കരുതി നമ്മളും അതേപോലെ ആവണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അത് ചിലപ്പോ ആള് നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നത്, നിങ്ങളെ ക്യാബിനിൽ വിളിച്ചിട്ട് അത്രയും മോശമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോഴും നിങ്ങളുടെ ജൂനിയറിനെ നിങ്ങൾ കാണുമ്പോൾ ഒരു ചിരിയോടെ മാത്രം നിങ്ങൾ അയാളെ ട്രീറ്റ് ചെയ്യുക. അതായത് അവിടുന്ന് കിട്ടിയത് മുഴുവനും ഇവന്റെ തോളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളായിരിക്കുക, നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നത് നിങ്ങളെ ക്യാരക്ടറാണ്, അത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കുക. ആളുടെ ക്യാരക്ടർ അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ വിഷയമേ അല്ല. പിന്നെ വരുന്നതാണ് ഇന്റഗ്രിറ്റി. ചെയ്യുന്ന വർക്കിൽ ഓണസ്റ്റ് ആയിരിക്കുക, എത്തിക്കൽ ആയിരിക്കുക, വിശ്വസ്തമായിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ വിശ്വസ്തമായിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ബോസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ നിങ്ങളുടെ മനസാക്ഷിക്ക് മുമ്പിൽ നിങ്ങൾ ട്രൂത്ത്ഫുൾ ആയിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്ത് വെക്കുക. ഇത്രയാണ് ഈ ഒരു സെഷനിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ: ഒന്ന്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, പങ്ക്ച്വാലിറ്റി, ഓർഗനൈസ്ഡ് ആയിരിക്കുക, പിന്നെ നിങ്ങളുടെ വർക്ക് നിങ്ങൾ ഓൺ ചെയ്യുക, സമയത്ത് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിലും ആ ഒരു ടൈം കാണിക്കുക, ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഇരിക്കുക. രണ്ടാമത്തത്, നിങ്ങൾ പേഴ്സണൽ ആണെങ്കിലും നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിട്ട്, ക്യാബിൻ എപ്പോഴും, നിങ്ങളുടെ വർക്ക് സ്പേസ് എപ്പോഴും നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വർക്കും അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്, കൺസിസ്റ്റൻസി പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ റിസൾട്ട്സ് കാണണം. വർക്ക് ചെയ്യുന്നു എന്നത് മാത്രമല്ല, റിസൾട്ട്സ് കാണണം. പിന്നെ വരുന്നത്, നിങ്ങൾ ഏറ്റെടുത്ത റെസ്പോൺസിബിലിറ്റി ഫോളോ അപ്പ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. അതിൽ വരുന്ന ഫീഡ്ബാക്സ് പോസിറ്റീവായിട്ട് നമ്മൾ റിസീവ് ചെയ്യുക. ചേഞ്ചസ് വരുത്താനാണെങ്കിൽ നമ്മുടെ കരിയറിൽ തന്നെ വരുന്ന വലിയൊരു കാര്യമാണ് ഈ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ സ്കില്ലാണ്. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അപ് സ്കില്ല് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം സാലറി ഹൈക്കിനേക്കാളും നിങ്ങൾക്ക് റിവാർഡിങ് ആയിരിക്കുന്നത് ഈ ഒരു അപ് സ്കില്ലിംഗ് തന്നെ ആയിരിക്കും. പിന്നെ മറ്റൊരാളുടെ ഗൈഡൻസ് കാത്തിരിക്കാതെ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സെക്ഷനിലെ വർക്കുകൾ ചെയ്ത് വരിക. പിന്നെ വരുന്നത്, നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ ആയിട്ട് ലെജിബിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലിസൺ ചെയ്യുക. നന്നായി മെസ്സേജ് കൊടുക്കുക, നന്നായി മെസ്സേജ് റിസീവ് ചെയ്യുക. പിന്നെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ വർക്ക് സ്പേസിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുക. അതായത് പല പ്രശ്നങ്ങളും വരും, അതിൽ തളർന്നു പോകാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ബാക്ക് അടിക്കാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കാതെ എങ്ങനെ അത് ടാക്കിൾ ചെയ്യാമെന്നത് ആലോചിക്കുക. റെസ്പെക്ട് കൃത്യമായിട്ട്
നിങ്ങൾ ഏതൊരു സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ താഴെയും മേലെയും ഉള്ള ആളുകൾക്ക് കൃത്യമായി റെസ്പെക്ട്, അവരുടെ ഒരു പേഴ്സണൽ സ്പേസ്, അവരുടെ ഒരു ഡിഗ്നിറ്റി റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രം ബിഹേവ് ചെയ്യുക. പിന്നെ നിങ്ങൾ ബിസിനസ്സിനോടും നിങ്ങളോടും ലോയൽ ആയിരിക്കുക, ട്രസ്റ്റ് വർത്തി ആയിരിക്കുക, ഓണസ്റ്റ് ആയിരിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി എന്നതിൽ മാത്രമല്ല, ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ എന്നതിൽ നിങ്ങൾ ഒരുപാട് ഡെവലപ്പ് ആവും. കാരണം ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നത് ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല. ഇതിന്റെ റിസൾട്ട്സ് കൃത്യമായിട്ട് ബിസിനസ്സിൽ വരും. ഒന്ന് മാത്രമല്ല, ഇതെല്ലാം നിങ്ങൾ ആസ് എ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് വേണ്ടി കൂടെയാണ് ഇതെല്ലാം നിങ്ങൾ ചെയ്തു വരുന്നത് എന്നത് മറക്കരുത്. അപ്പം ഇനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടാണ് എംപ്ലോയ്മെന്റ് ഈസി എന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഏറ്റെടുത്ത വർക്ക്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. അതിനെക്കുറിച്ച്, അതല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ കൂടുതൽ പഠിക്കുക, നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുക. ഇനി ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇനി ഗ്രോത്ത് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ബോസിനോട് സംസാരിക്കാം. എനിക്ക് ഇതിനേക്കാളും നല്ലൊരു പൊസിഷൻ കിട്ടും, ഞാൻ പൊക്കോട്ടെ എന്ന രീതിയിൽ സംസാരിച്ച് നിങ്ങൾക്ക് മറ്റൊരു ജോബ് തേടി പോവാം. അങ്ങനെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ആൻഡ് ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വരാം. അതേസമയം ബിസിനസ് ആണെങ്കിലോ, നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് മറ്റൊരു ഇങ്ങനെ ബിസിനസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ എല്ലാ സെക്ഷൻസും നിങ്ങൾ ബോധേഡ് ആവണം. ഒന്ന്, നിങ്ങളുടെ സെയിൽസ് ഇല്ലെങ്കിൽ സെയിൽസ് ടീമിനെ നിങ്ങൾ നോക്കണം, ബിസിനസ്മാൻ നോക്കണം. ഫൈനാൻസിന്റെ കാര്യം ബിസിനസ് പേഴ്സൺ നോക്കണം. ചിലപ്പോൾ ഫണ്ട് വേണ്ടി വരും, കൂടുതൽ ഫണ്ട് ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും ബിസിനസ്സിലേക്ക്. അപ്പം ഇൻവെസ്റ്റേഴ്സിനെ തപ്പി ബിസിനസ് പേഴ്സൺ തന്നെ, ആ ഒരു ഓണർ തന്നെ നീങ്ങണം എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു എംപ്ലോയ്മെന്റിൽ വരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ, എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇങ്ങനെ 9 to 5 ജോബ് കഴിയില്ല എന്ന് പറയുന്ന ആള് ബിസിനസ് തുടങ്ങരുത് എന്ന്. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ, ഒന്നാള് പറയുന്നത് തോന്നുമ്പോൾ വരാൻ, തോന്നുമ്പോൾ പോകാന്നാണ്. അങ്ങനെ വരുന്ന ഒരു പേഴ്സൺ കുറച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോ തീർത്തും കുത്തഴിഞ്ഞ് വല്ലപ്പോഴും മാത്രം നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ടൈം കണ്ടെത്തുന്ന രീതിയിലേക്ക് മാറും. അതായത് ബിസിനസ്സിന് നമ്മൾ വേണ്ടത്ര ടൈം കൊടുത്തില്ലെങ്കിൽ അത് തകരും, ഉറപ്പാണ്. രണ്ടാമത്തത്, നമുക്ക് മന്ത്ലി ഉള്ള ഒരു പേയ്മെന്റ് പോരാ, നമുക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പോഴൊക്കെ ക്യാഷ് ഇങ്ങനെ എടുക്കാൻ കഴിയും എന്നതാണ് സ്വന്തം ബിസിനസ് ഉണ്ടെങ്കിലുള്ള ഒരു ബെനിഫിറ്റ് പറയുന്നത്. ഇത് വളരെ വലിയൊരു തെറ്റാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ ബേസിക് മാത്രം പറയാണ്. നിങ്ങളുടെ സാലറിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയുടെ 100 ടൈംസ് കിട്ടിയാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം അത് പ്ലാൻ ചെയ്ത് തുടങ്ങേണ്ടത്, നിങ്ങളുടെ സാലറി 5000 ആണെങ്കിൽ അതിൽ പ്ലാൻ ചെയ്യുന്ന ഒരാള് അയാൾക്ക് 10,000 കിട്ടിക്കഴിഞ്ഞാൽ ആ 5000 അയാൾക്ക് സേവ് ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ 5000 സാലറി കിട്ടുന്നത് അത് മുഴുവനും ചെലവഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 15,000 കിട്ടിക്കഴിഞ്ഞാൽ ആ 15,000 നിങ്ങൾ മുഴുവനും ചെലവഴിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരാൾക്ക് സൗകര്യം പോലെ, ആവശ്യം പോലെ ബിസിനസ്സിന് ക്യാഷ് എടുക്കാൻ കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ ഫണ്ടാണ് അയാൾ എടുത്തു കൊണ്ടുപോകുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആ ബിസിനസ് സ്വന്തം ആവശ്യത്തിനുള്ള ഫണ്ടില്ലാതെ നശിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മുന്നോട്ട് വേറെയും കാണാം. ഇതിപ്പോ ഞാൻ പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ഒരു എക്സ്പ്ലനേഷൻസ്. അപ്പോൾ ഇതിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് എന്ന് നോട്ട് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് തന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു സ്കില്ല് ഇത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഫീഡ്ബാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുന്നോട്ടുള്ള സെഷൻസിൽ കാണാം. നിങ്ങൾ തരുന്ന അഡ്വൈസുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള സെഷൻസ് നമുക്ക് ബെറ്റർ ആയിക്കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുന്നു. ബൈ.